കേരളത്തിൽ നിന്നും കാട് കടത്തിയ അരിക്കൊമ്പൻ ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നെയ്യാറിൽ നിന്ന് 65 കിലോമീറ്റർ അകലെയാണ് നിലവിൽ അരിക്കൊമ്പനുള്ളത്. ഒരു ദിവസം 10 കിലോമീറ്ററാണ് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നത്. എന്നാൽ അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിൽ കേരളത്തിന് ആശങ്ക വേണ്ടെന്നും ആന കേരളത്തിലേക്ക് എത്തില്ലെന്നും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് വനം വകുപ്പ്. നെയ്യാറിന് സമീപം തമ്പടിച്ചിരിക്കുന്ന അരിക്കൊമ്പൻ ഇപ്പോൾ മദപ്പാടിലാണെന്നും ആന അപ്പർ കോതയാറിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ടെന്നും വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പനൊപ്പം മറ്റ് 4 ആനകളും പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ചൊവ്വാഴ്ച രാത്രിയും തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിരുന്നു. പ്രദേശത്ത് ആന നിലയുറപ്പിച്ചതോടെ അരിക്കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുവാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കൊമ്പനെ ഓടിക്കുന്നതിനായി വനം വകുപ്പ് 2 തവണ ആകാശത്തേക്ക് വെടിയുതിർത്തിരുന്നു. പഴങ്ങൾ നൽകി കാട്ടിലേക്ക് കയറ്റുവാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിരവധി വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത്. മൃഗ ഡോക്ടർമാരുടെ സംഘവും വനം വകുപ്പിന് ഒപ്പമുണ്ട്. എന്തായാലും അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ തേയില ഫാക്ടറി പ്രവർത്തിക്കരുതെന്നും രാത്രി 7 മണിക്ക് ശേഷം പ്രദേശവാസികൾ പുറത്തിറങ്ങരുതെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഊത്തിലെ സ്കൂളിനും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. അതേസമയം അരിക്കൊമ്പൻ ഇപ്പോൾ അരി വേണ്ടാതായി എന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ റേഷൻ കടയുടെ മുന്നിൽ വന്നെങ്കിലും അരിക്കൊമ്പൻ റേഷൻ കടയിൽ കയറിയില്ല. തൊട്ടടുത്ത് റേഷൻ കട ഉണ്ടായിട്ടും റേഷൻ കട ആക്രമിച്ചില്ല എന്നും വനം വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും കൊമ്പൻ ഇപ്പോൾ നിൽക്കുന്നത് 2000-ലേറെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്തായതിനാൽ വനം വകുപ്പ് അരിക്കൊമ്പനെ കാട് കയറ്റുവാനുള്ള ഊർജിത ശ്രമത്തിലാണ് ഇപ്പോൾ.